കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് ബഡാജെ എന്ന പേരിൽ മത്സരിച്ച കക്ഷിയാണ് ഇത്തവണ MK അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് KM അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് മത്സര രംഗത്ത് വരുന്നത്. അതെന്തിനത്? അത് ആളുകൾ സംശയിക്കുമല്ലോ. അഷ്റഫ് ബഡാജെ പൊടുന്നനെ 2 മാസം കഴിയുമ്പോഴേക്ക് KM അഷ്റഫായിട്ട് മാറുകയാണ്. അങ്ങേര് മത്സരിക്കുകയാണ്, വലിയ തോതിൽ പ്രചാരണം നടത്തുന്നു. അപ്പോൾ അത് വോട്ട് കട്ടറാണ്. സുരേന്ദ്രന് വേണ്ടി വോട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവന്മാർ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പുറത്തുനിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ആരോപണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, സോഷ്യൽ മീഡിയ ബഹളങ്ങൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും SDP നിയമത്തെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവിടെ നിയമത്തെ സ്ഥാനാർത്ഥി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശിവണ്ണനാണല്ലോ, ശിവൻകുട്ടിയാണല്ലോ അവിടെ ജയിക്കാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് ആ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന് പുറത്തായിരിക്കും. അതേ സംഗതിയാണ് അഷ്റഫ് കാര്യത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ഈ സമീപനം SDP സ്വീകരിക്കാത്തതിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ കാണേണ്ട കാര്യം ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ SDP സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പിടിച്ച് തോൽപ്പിക്കാൻ മുസ്ലിം ലീഗും കോൺഗ്രസും പണിയെടുത്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശത്തെ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരാതി. അവർക്കവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥിയിൽ ഒരു അംഗം ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ സാമാന്യം ജനകീയനായുള്ള ആളാണ്. അതും എഗെയിൻ ഒരു ക്വസ്റ്റ്യനുണ്ട്. അയാളെ സ്ഥാനാർത്ഥിയാക്കാത്ത എന്തുകൊണ്ട് അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഈ പേരിൻ്റെ സാമ്യമാണ് വരുന്നത്. അപ്പോൾ അങ്ങേരെ തോൽപ്പിക്കാൻ BJP മുസ്ലിം ലീഗും സഹകരിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആക്ഷേപം. SDP ആക്ഷേപം. അതിൽ വസ്തുത ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ UDFൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അചിന്ത്യമായുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ഥാനാർത്ഥി നിർത്തണം, നമ്മുടെ ശക്തി തെളിയിക്കണം എന്ന വികാരം ശക്തമായിട്ട് അവിടെയുണ്ട്. അതിൻ്റെ കൂടെ പാർട്ടി നേതൃത്വം നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കേരളമാണ്. കേരളത്തിൽ ഒരു BJP, അതും BJPയുടെ ഏറ്റവും എന്താ പറയുക, അവരുടെ ഏറ്റവും സ്ട്രോങ് സ്പോക്സ്മാൻ എന്ന് പറയാവുന്ന വിദ്വേഷ പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം കാരണം അയാൾ ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് SDP-ക്കുണ്ടാകുന്ന ചരിത്രപരമായ പാപഭാരം എത്രയായിരിക്കും എന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു.